നമസ്കാരം. എസ് ടി വിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഇന്നത്തെ അതിഥിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. കർക്കിടക മാസത്തിൻ്റെ ഒരു ആരംഭം കൂടിയാണ് ഇത്. കർക്കിടകവും ആയുർവേദവും ചിട്ടകളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. കർക്കിടക മാസത്തിലെ ഋതുചര്യകളെക്കുറിച്ചും ആയുർവേദത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചും നമ്മുടെ ജീവിത ശൈലികളെക്കുറിച്ചും പ്രശസ്ത വനിതാ ഡോക്ടറും പട്ടാമ്പി, തൃത്താല, ആലൂർ, ത്രിഫല ആയുർവേദ ചികിത്സാലയം മേധാവിയുമായ ഡോക്ടർ ഷെറിൻ ജിംഷാദ് കക്കാട്ടിൽ അതിഥിയായി നമ്മോട് സംസാരിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഇന്നത്തെ അതിഥിയിലേക്ക് സ്വാഗതം. നമസ്കാരം ഡോക്ടറെ. കർക്കിടകത്തിൻ്റെ ഒരു ആരംഭമാണ്. ആയുർവേദത്തിൻ്റെ ഋതുചര്യകളുടെയൊക്കെ ഒരു പ്രസക്തമായ ഒരു സമയം. അപ്പോൾ ഒരു ആയുർവേദ ഡോക്ടർ നിലയ്ക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് ഇന്ന് ആയുർവേദത്തെക്കുറിച്ച്, കർക്കിടകത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, ഋതുചര്യകളെക്കുറിച്ച് എല്ലാം വളരെ വിശദമായിട്ട് ഒരു വളരെ പ്രശസ്തമായ ഒരു വനിതാ ഡോക്ടർ നിലയ്ക്ക് ആയുർവേദത്തിൻ്റെ ആ മാഹാത്മ്യത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. കർക്കിടകത്തിൻ്റെ ആദ്യ ദിനം ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. ആയുർവേദത്തെ എങ്ങനെയാണ് ഈ കർക്കിടകമായിട്ട്, ഋതുചര്യകളായിട്ട്, എന്തൊക്കെ ജീവിത രീതികളായിട്ട് എന്തൊക്കെ ഓർമ്മപ്പെടുത്തലാണ് ഡോക്ടർക്ക് പങ്കിടാനുള്ളത്? കർക്കിടക ചികിത്സ എന്ന് പറയുമ്പോൾ അതൊരു ഇന്നത്തെ കാലത്ത് വളരെയധികം പ്രസക്തി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതായത് ഇപ്പോൾ ആയുർവേദത്തിനെ സംബന്ധിച്ച് കർക്കിടകത്തിൽ മാത്രം, അല്ലെങ്കിൽ വർഷത്തിൽ മാത്രമല്ല, വർഷകാലത്ത് മാത്രമല്ല നമ്മൾ ഈ ഋതുചര്യകൾ പറയുന്നത്. ഓരോ ഋതുക്കളിലും, വേനലിലായാലും വർഷത്തിലായാലും മഞ്ഞുകാലത്തായാലും കാറ്റ് വീഴുന്ന കാലത്തായാലും എല്ലാ കാലത്തും ഓരോ തരം ഋതുചര്യകൾ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിട്ട് നമ്മളിവിടെ മഞ്ഞുകാലം അത്ര കാര്യമായിട്ട് നമുക്കില്ല. ഇപ്പോഴാണ് ഈ ഒരു 1-2 വർഷത്തിൽ നിന്നാണ് വേനൽ ഇത്രയും ശക്തമായിട്ട് കഠിനമായിട്ടുള്ള വേനൽ നമുക്ക് കിട്ടാൻ തുടങ്ങിയത്. ആ വേനൽ കഠിനമായിട്ടുള്ള ഒരു സന്ദർഭത്തിൽ അത് കഴിഞ്ഞു വരുന്ന ഒരു വർഷം എന്നുള്ളതാണ്, വർഷകാലം എന്നുള്ളതാണ് ഇക്കൊല്ലത്തെ കർക്കിടകത്തിന്റെ പ്രാധാന്യം. അതായത് നമ്മുടെ മാർച്ചിലൊക്കെ ശക്തമായ, നമ്മൾ സൂര്യൻ ഏറ്റവും തീക്ഷ്ണത കൂടി നിൽക്കുന്ന ഒരു സമയമായിരുന്നു. നമ്മൾക്കൊന്ന് എത്ര എന്ത് AC ഇട്ടിട്ടും കാര്യമില്ല, നമുക്ക് പിടിച്ചു നിൽക്കുക എന്നുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കഴിഞ്ഞ മാർച്ച് ഏപ്രിലിൽ നമ്മൾ കടന്നുപോയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് 1-2 ദിവസം കൊണ്ട് നമ്മുടെ ക്ലൈമറ്റ് മൊത്തത്തിൽ അങ്ങ് മാറി. അപ്പൊ ഇതില് നമ്മുടെ മനുഷ്യ ശരീരം എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെതായ ഒരു മെറ്റബോളിസം ഉണ്ട്, അതിൻ്റെതായ പ്രവർത്തന രീതി ഉണ്ട്. അത് ഓരോ ക്ലൈമറ്റിനനുസരിച്ചിട്ടും ആ പ്രവർത്തന രീതി, ശരീര പ്രക്രിയകളെല്ലാം ഒരു തരത്തിൽ അഡ്ജസ്റ്റഡ് ആയി ഇങ്ങനെ ഹോമിയോസ്റ്റാസിസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തു പോരുന്ന സമയമാണ്. അപ്പോഴാണ് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു 10-20 ഡിഗ്രി താഴത്തേക്ക്, 40 ഡിഗ്രി എത്തിയതിൽ നിന്നും 25-ലേക്ക് 20-25-ലേക്കും രാത്രികളിലൊക്കെ അതിലും തണുപ്പാണ്. ആ ഒരു ഇതിൽ എത്തുന്ന സമയത്ത് ശരീരം അതിനോട് അഡ്ജസ്റ്റഡ് ആണ്, കോപ്പപ്പ് ആവണം. നമ്മുടെ ദഹന വ്യവസ്ഥ മുതൽ എല്ലാം നമ്മുടെ ബോഡി ടെമ്പറേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇതിലാണ് നമ്മുടെ കർക്കിടക ചികിത്സയുടെ പ്രാധാന്യം. പണ്ടത്തെ ആളുകൾ ആയുർവേദ രീതിയിൽ ശരിക്കും പറഞ്ഞാൽ കർക്കിടക ചികിത്സ പറഞ്ഞു വെച്ചിട്ടുള്ള എന്തിനാന്ന് വെച്ചാൽ ഇടവം കഴിഞ്ഞ്, അതായത് വർഷകാലത്തിന്റെ ആദ്യകാലമായിട്ടുള്ള ഇടവപ്പാതിയോട് കൂടിയിട്ട്, ഇടവത്തിൽ നമുക്ക് ഒരുപാട് ഈ വേനൽ കഠിനമായി നിന്നിട്ട് പിന്നീട് വരുന്ന വർഷം ആയതുകൊണ്ട് തന്നെ ഒരുപാട് പകർച്ചവ്യാധികൾ നമുക്ക് വരാം. കുട്ടികൾക്ക് ജലദോഷപ്പനികൾ, ഇപ്പോൾ നമുക്ക് പണ്ടൊക്കെ പനികളെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ നമുക്ക് തന്നെ അറിയാലോ പാലക്കാട് എത്ര തരം വൈറൽ ഇൻഫെക്ഷൻസ് നമ്മൾ വന്നു. ആ വൈറൽ ഇൻഫെക്ഷൻസ് എല്ലാം ഈ ഒരു കാലാവസ്ഥ മാറ്റത്തിൽ വരുന്നതാണ്. ആ മാറ്റം കഴിഞ്ഞിട്ട് ശരീരം ആകെ ക്ഷീണിച്ച്, നമ്മുടെ ദഹനവ്യവസ്ഥ ക്ഷീണിച്ചിട്ടുണ്ടാവും, നമ്മളെ ഇമ്മ്യൂണിറ്റി, നമ്മുടെ പ്രതിരോധ ശേഷി എല്ലാം നശിച്ചിരിക്കുന്ന ഇടവം കഴിഞ്ഞിട്ടുള്ള ഒരു മാസമാണ് ഈ കർക്കിടകം. ഈ കർക്കിടകത്തിലാണെങ്കിൽ ഇത്രയും അധികം മഴ കിട്ടുന്ന സമയം കൂടിയാണ്. അപ്പോഴാണ് നമ്മുടെ ദഹന വ്യവസ്ഥ കറക്റ്റാക്കുക, പ്രതിരോധ ശേഷി ശരിയാക്കുക എന്നുള്ള ഒരു ബേസിക് എയിമാണ് ഈ കർക്കിടക ചികിത്സയ്ക്കുള്ളത്. കൂടാതെ തന്നെ നമ്മുടെ ഇപ്പോൾ ആയുർവേദത്തിനെ സംബന്ധിച്ച് വാദം, പിത്തം, കഫം എന്നുള്ള 3 ദോഷങ്ങളാണുള്ളത്. അതിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ ആയി മാറാൻ സാധ്യതയുള്ളൊരു ദോഷം വാതദോഷമാണ്. ഈ വാതദോഷം, നമ്മൾ വാദത്തിന്റെ ഗുണം പറയുമ്പോൾ നമ്മൾ പറയും വാദം ഭയങ്കര ഡ്രൈനെസ് ഉണ്ടാക്കുന്നത്, രൂക്ഷതയാണ് വാദത്തിന്റെ ഒരു ലക്ഷണം. പിന്നെ വാദത്തിന്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ തണുപ്പാണ്, ശീതവീര്യമാണ്, ശീത ഗുണമുള്ളതാണ് വാദം. അപ്പോൾ
ഈ കഠിനമായ വേനൽക്കാലത്ത് ഭയങ്കര ഡ്രൈ ആണ്, ക്ലൈമറ്റിലൊക്കെ ഡ്രൈനെസ് ആണ്, മോയ്സ്ചറിന്റെ കണ്ടന്റ് ഏറ്റവും കുറഞ്ഞിരിക്കുക. അപ്പോഴും വാദം ചെറുതായിട്ടൊന്ന് കോപിച്ചിരിക്കുന്ന സമയം, ഭയങ്കര കോപത്തിലേക്ക് പോവില്ല, ചെറുതായിട്ടൊന്ന് കോപിച്ചിരിക്കുകയാണ്. പക്ഷെ വാദത്തിന്റെ ഗുണം ശീതമായതുകൊണ്ട് ക്ലൈമറ്റ് വേനൽക്കാലത്ത് സൂര്യൻ അത്രയും തീക്ഷ്ണമായിട്ട് നിൽക്കുകയാണ്, അപ്പൊ വല്ലാണ്ട് വാതരോഗങ്ങൾ വരില്ല. പക്ഷെ അത് മാറിയിട്ട് ആ ഡ്രൈനെസ്സിൽ ഈ തണുപ്പും കൂടി വരുമ്പോൾ, ശീത ഗുണം കൂടി വരുമ്പോൾ വാതരോഗങ്ങൾ, റുമറ്റോളജിക്കൽ കണ്ടീഷൻസ് ഏറ്റവും കൂടുതലായിട്ട് പ്രായമായിട്ടുള്ളവർക്ക് മാത്രമല്ല, കാരണം റുമറ്റോയിഡ് ആർത്രൈറ്റിസ് പോലെ ഓസ്റ്റിയോപോറോസിസ് ഒക്കെ ഇപ്പോൾ വളരെ ചെറിയ പ്രായം. ഇപ്പോൾ നമ്മളൊക്കെ പ്രാക്ടീസ് തുടങ്ങിയ ഒരു 8 വർഷം മുമ്പ് നമ്മുടെ മുമ്പിൽ എത്തിയിരുന്ന ഒരു രോഗികളുടെ കൂട്ടം എന്നല്ലെങ്കിൽ മുട്ടുവേദന, നടുവേദന, കഴുത്ത് വേദന ഒക്കെ പറഞ്ഞിരുന്നവര് ഒരു 50-ന് ശേഷമുള്ളവരായിരുന്നു. നമുക്ക് അവർക്ക് കഷായം എഴുതി കൊടുക്കുമ്പോൾ ഒരു ഹിൻഡ്രൻസ് ഒന്നും നമുക്ക് തോന്നില്ല, നിങ്ങൾ കഴിച്ചോളൂ. അവരും അതിന് നമ്മളൊരു 50 കഴിയണോട് കൂടി ഇത്തിരി കഷായം കഴിക്കാം, ഇത്തിരി ആയുർവേദമൊക്കെ ചെയ്യാം, തൈലൊക്കെ തേക്കാം എന്നുള്ളൊരു മനസ്ഥിതിയിൽ നമ്മൾ എത്തും. നമ്മൾ വണ്ടി ഒന്ന് സർവീസിന് കയറ്റുന്ന പോലത്തെ ഒരു മൈൻഡ് സെറ്റ് ആവും നമുക്ക്. പക്ഷേ ഇപ്പൊ നമ്മൾ OP-യിൽ കാണുന്നതിൽ ഒരു 65% ആളുകൾ 30-നും 40-നും, അത് ചിലത് കുറച്ചും കൂടി 25-നും 35-നും ഇടയിലാണ് ഏറ്റവും കൂടുതൽ സന്ധിവേദന പോലുള്ള ആമവാദമാണ് നമ്മൾ എടുക്കല് റുമറ്റോളജിക്കൽ ആർത്രൈറ്റിസ്, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്നുള്ള രീതിക്ക്. അതൊന്നും മുമ്പൊന്നും അത്രയും സിവിയർ ആയിട്ട് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വളരെ ഒരു 25-30 ആകുമ്പോഴേക്കും നമുക്ക് നടുവേദന തുടങ്ങി, രാവിലെ കിടന്നാൽ എണീക്കാൻ പറ്റുന്നില്ല, രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല എന്നുള്ള അസുഖങ്ങളൊക്കെ തുടങ്ങി. അപ്പൊ അങ്ങനെ പോകുന്ന ഒരു സ്ഥിതിയിലാണ് ഇത്രയും ശക്തമായ ഒരു തണുപ്പില് കർക്കിടകം വരുമ്പോൾ ഈ വേദനകളെല്ലാം കൂടും. വാദം എന്ന് പറയുന്ന അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ലക്ഷണം എന്ന് പറയുന്നത് വേദനയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അത് അത്രയും വേദനകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ അത് എത്ര ഡോക്ടേഴ്സ് പറഞ്ഞാലും വളരെ റെഗുലർ ആയിട്ട് ആയുർവേദ ഡോക്ടറിനെ കണ്ട് ആരോഗ്യം സംരക്ഷിക്കുന്നവർ വളരെ ചുരുക്കമാണ്. ബാക്കിയുള്ളവർക്കൊക്കെ ആയുർവേദം എന്ന് പറഞ്ഞതും കർക്കിടക ചികിത്സ എന്ന് പറയുന്നതൊക്കെ ഒരു സുഖ ചികിത്സ, ഒരു വെൽനെസ് എന്നുള്ളൊരു രീതിക്ക് മാറിയിരിക്കുന്നു. പക്ഷെ അതിനൊരു ചികിത്സാ രീതിയായി കണ്ട് വളരെ, നമ്മളിപ്പോൾ ഒരു വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് 3 മാസം 6 മാസം അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ കൂടുമ്പോൾ സർവീസ് ചെയ്യില്ലേ, അതേ ഒരു മെന്റാലിറ്റിയിൽ എടുത്താൽ മതി. ഒരു കർക്കിടകം ഒരു ബോഡി സർവീസാണ്. നമ്മൾ ഒരു വർഷത്തെ നമ്മുടെ ശരീരത്തിൽ കൂടിയിട്ടുള്ള ടോക്സിൻസും എല്ലാം നമ്മൾ പുറന്തള്ളുന്ന ഒരു സമയമാണ്. അപ്പൊ ഈ ഒരു മാസം നമ്മൾ നന്നായിട്ടൊരു ദഹന പ്രക്രിയ ഒന്ന് നന്നാക്കി എടുക്കുക, പ്രതിരോധ ശേഷി ഒന്ന് നന്നാക്കി എടുക്കുക. ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചെയ്താൽ അടുത്തൊരു വർഷത്തേക്ക് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം പ്രോപ്പർ ആയിരിക്കും, ഗ്യാസിന്റെ ബുദ്ധിമുട്ടുണ്ടാവില്ല. പ്രത്യേകിച്ച് നമ്മളൊക്കെ ഇപ്പം രാത്രിയായാലും ഉച്ചയ്ക്കായാലും അങ്ങനെ സമയകാല ഭേദങ്ങളില്ലാണ്ട് ഹെവി ഫുഡ് കഴിക്കുന്നവരാണ്. അപ്പോൾ ഒരു വർഷം മുഴുവൻ നമ്മൾ ഇത്രയും കഴിച്ച് നമ്മൾ ആ ടോക്സിനുകളെല്ലാം അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ്സൊക്കെ ശരീരത്തിനുണ്ട്. അപ്പൊ അതൊന്ന് പുറന്തള്ളാനുള്ളൊരു അവസരമായിട്ട് നമ്മൾ കാണണം. അപ്പൊ ഒരു സുഖചികിത്സ എന്നുള്ളതിൽ നിന്ന് മാറി ഒരു ജീവിത ശൈലിയായിട്ട് മാറണം. അറ്റ്ലീസ്റ്റ് നമ്മൾ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ശാസ്ത്രമാണിത്, നമ്മളത് ഉപയോഗിക്കണ്ടേ? നമ്മളും നമ്മുടെ ഇപ്പൊ കുഞ്ഞു മക്കളത് ഉപയോഗിക്കണ്ടേ? പണ്ടൊക്കെ വീടുകളിൽ അഷ്ടചൂർണം കൊടുത്തിരുന്നു കുട്ടികൾക്ക്. ഇപ്പൊ നമ്മള് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടാണ്, എന്നാൽ പോലും ആ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവർ കഴിക്കും, പിന്നെ അത് നിർത്തും എന്നുള്ളൊരവസ്ഥയാണ്. അതൊക്കെ മാറണ്ടേ? നമ്മൾ ഓരോ നാട്ടിലും ഓരോ ശാസ്ത്രങ്ങൾ രൂപപ്പെടാനുള്ള കാരണം അവിടുത്തെ ജീവിത രീതിക്കും ജീവിത ശൈലിക്കും ശരീരപ്രകൃതത്തിനും അനുസരിച്ചാണ് ഓരോ ശാസ്ത്രങ്ങളും ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ സ്വന്തം ആയുർവേദത്തെ ഉപയോഗപ്പെടുന്നതിൽ നമ്മളിത്തിരി പിന്നില്ല. പുറത്തുനിന്നുള്ള ആൾക്കാർ വരുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആയുർവേദ ടൂറിസം ഈ ഒരു റെയിനി സീസണിലാണ് അതെല്ലാം ഫോറിനേഴ്സ് നമ്മളെ തെരഞ്ഞു വരുന്നതും എല്ലാ ഹോസ്പിറ്റൽസും ഫില്ലായിരിക്കുന്നതൊക്കെ. നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെയാണ് യോഗയ്ക്കൊക്കെ ഇത്രയും ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു 10 വർഷം മുമ്പ് നമുക്ക് യോഗ എന്ന് പറഞ്ഞാൽ അത്ര ഒരു കാര്യമായിട്ട് നമ്മൾ ആയുർവേദ കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട്, ഒരു വിഷയമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മൾ അതിന് വേണ്ടിയിട്ട് പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്നല്ലാണ്ട് ഇതിനൊരു ഫാൻസി നേച്ചർ ഇതുവരെ ഉണ്ടായിരുന്നില്ല. അതെന്തുകൊണ്ടാണ് വന്നേ? പുറത്തുനിന്ന് നമ്മൾ ടൂറിസം, പുറത്തുനിന്ന് ഫോറിനേഴ്സ് വന്നിട്ട് അതിന്റെ പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞ് പലതരം യോഗ, നമ്മളെ ശാസ്ത്രത്തിൽ പറയാത്ത രീതിയിൽ ഫേസ് യോഗ, ആ യോഗ, ഈ യോഗ എന്ന് പറഞ്ഞിട്ട് പലതരത്തിൽ അവരതിനെ യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ അതിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങിയത്. ഇപ്പൊ എല്ലായിടത്തും യോഗ, ഇന്റർനാഷണൽ യോഗ
ബർത്ത്ഡേ അതിഗംഭീരമായിട്ട് ആഘോഷിക്കുന്നത് ഗർഭിണികൾക്ക്. സാധാരണ ഗർഭിണികളെ നമ്മളൊരു യോഗശാസ്ത്ര പ്രകാരം പറയുന്നത് തൈലം നിറച്ചൊരു കുടം പോലെ കൺസിഡർ ചെയ്യണം എന്നാ. യോഗയൊന്നും പറയുന്നില്ല. പക്ഷെ ഇപ്പോ ഗർഭിണികൾക്ക് യോഗ, ഗർഭം തുടങ്ങുന്ന സമയത്ത് യോഗ എന്നുള്ള രീതിക്കൊക്കെ എന്തായാലും അതൊരു നല്ല മാറ്റത്തിനാവട്ടെ എന്നാ നമ്മളെ ശാസ്ത്രം ബാക്കിയുള്ളവർ പറഞ്ഞിട്ടായാലും നമ്മൾ തിരിച്ചറിയണ്ടല്ലോ. അതന്നെ വലിയൊരു യോഗശാസ്ത്രമാണത്. വേറെ ആയുർവേദത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു ശാസ്ത്രമാണ്. പക്ഷെ കുറെ ബേസിക് തത്വങ്ങളും ഇതെല്ലാം സിമിലർ ആയതുകൊണ്ട് അതിന്റെ ഒരു ഫിലോസഫി ഒരുപോലെ ആയതുകൊണ്ട് അത് ഒരുമിച്ച് കൊണ്ടുപോവാം എന്നുള്ളതാണ്. തന്നെ ആയുർവേദത്തെയും യോഗശാസ്ത്രത്തെയും ഒക്കെ വളരെ സമന്വയിപ്പിച്ചുകൊണ്ട് തന്നെയാണ് രോഗികൾക്ക് അത് പ്രദാനം ചെയ്യുന്നത്. എത്രത്തോളം അത് പേര് എക്സ്പീരിയൻസ് എന്താണ്? അത് യോഗ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇപ്പൊ ഒരു ചികിത്സകൻ അല്ലാത്ത ഒരാള് ഇന്ന അസുഖത്തിന് യോഗ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിന് വലിയ ആക്ഷൻ ഉണ്ടാവണം എന്നില്ല. പക്ഷെ ആയുർവേദത്തിന്റെ കൂടെ യോഗ സമന്വയിപ്പിക്കുമ്പോൾ നമ്മൾ എന്താന്ന് വെച്ചാൽ ഉള്ളിലേക്ക് ഇന്റേണൽ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട മെഡിസിൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിന്റെ പത്തോളജീസ്, ഉള്ളിലുള്ള രോഗങ്ങളുടെ രോഗകാരണങ്ങളെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ യോഗ, അതായത് ഇപ്പോൾ നടുവേദന ഉള്ളവര് സ്ഥിരമായിട്ടൊരു യോഗ ചെയ്യൂ, ഈ മെഡിസിൻ കഴിച്ച് ഏകദേശം അതിന്റെ ബുദ്ധിമുട്ടൊക്കെ മാറുന്ന സമയത്ത് ഇനി സ്ഥിരമായിട്ട് ജീവിതകാലം മുഴുവൻ നിങ്ങളൊരു വ്യായാമം പോലെ ഇത് പ്രാവർത്തികമാക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഗുണങ്ങൾ എന്താ പറയാ നമ്മൾ എക്സ്പെക്ട് ചെയ്യണേലും വലുതാണ്. നമ്മളിപ്പോ ഇതിന്റെ ഒരു മോഡേൺ വേർഷനാണ്, യോഗയുടെ ഒരു മോഡേൺ വേർഷനാണ് നമ്മുടെ ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. പല യോഗാസനങ്ങളും ഇപ്പൊ ഫിസിയോതെറാപ്പിക്ക് ഇക്വലന്റ് ആണ്. അതിന്റെ ബേസിക് തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെച്ച്, മറ്റേ ഭയങ്കര ടഫായിട്ട് ഒരു റിജിഡ് ആയിട്ട് നിൽക്കുന്ന മസിൽസിനൊന്നും അതുവഴി അവിടെയുള്ള ഇൻഫ്ലമേഷൻ അങ്ങ് ക്യൂർ ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ വരാണ്ട് നോക്കുക എന്നുള്ളതാണ്. അപ്പം ഓരോ രോഗങ്ങൾക്കും സ്പെസിഫിക് ആയിട്ട് യോഗശാസ്ത്രത്തിൽ ഇന്ന ഓരോ യോഗാസനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ ആയുർവേദ ചികിത്സയോട് കൂടി സമന്വയിപ്പിക്കുമ്പോൾ അത് ഭയങ്കര അത്ഭുതമായ റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അത് നമുക്ക് സ്ഥിരമായിട്ട് നമുക്കിപ്പോൾ ഞാൻ എൻ്റെ പ്രാക്ടീസിൽ ഒരു 60% എനിക്ക് വരുന്ന രോഗം എന്ന് പറയുന്നത് ഡിസ്ക് മൂലമുള്ള നടുവേദന പോലുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, ഒരു 45-നും 35-നും ഇടയിലുള്ള സ്ത്രീകൾ. അതിന്റെ കാരണം ഭയങ്കര ഇതാണ്, വീട്ടമ്മയാണ് എന്ന് പറഞ്ഞാൽ അവർ വെറുതെ ഇരിക്കല്ല, ഒത്തിരി നേരം രാവിലെ ഒരു 6 മണിക്ക് തുടങ്ങിയാൽ ഒരു 2 മണി വരെ നിന്ന നിൽപ്പിൽ ജോലി ചെയ്യുന്നവരാ. അത് കാരണം ഉണ്ടാകുന്ന നടുവേദനകളാണ്. അപ്പം അതിൽ നമ്മുടെ ആയുർവേദ പ്രകാരം ചികിത്സ ചെയ്ത് നമ്മളൊരു ഇന്റർണൽ മെഡിസിനിൽ നിൽക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യും. അതല്ല ഇത്തിരിയും കൂടി ബുദ്ധിമുട്ട് കൂടുതലുള്ളവരാണെങ്കിൽ നമ്മൾ വളരെ ആയുർവേദ രീതിയിലുള്ള ശാസ്ത്രീയപരമായിട്ട് നമ്മുടെ ക്ലാസിക്സിൽ പറയുന്ന പഞ്ചകർമ്മ ചികിത്സയോട് സമന്വയിപ്പിച്ച് ഒരു 14 ദിവസത്തെ ഒരു ചികിത്സ അവർക്ക് കൊടുക്കും. ട്രാക്ഷൻ പോലെയുള്ള ഫിസിയോതെറാപ്പി മാർഗങ്ങൾ നമ്മൾ അതിൽ അഡോപ്റ്റ് ചെയ്യും. ഈ സമയത്ത് ഡോക്ടർ ചെയ്യുന്നുണ്ടോ? അതാണ് നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് ഒരു പഞ്ചകർമ്മ ശോധനം ചെയ്യുന്ന ഒരു യോഗവസ്തിയൊക്കെ കൊടുക്കുന്നതോട് കൂടിയിട്ട് അവരുടെ വേദന ഒരു 90% അവർക്ക് മാറും. പിന്നെ വളരെ കാൽസ്യം സപ്ലിമെന്റോ അയൺ സപ്ലിമെന്റോ ഒക്കെ കൊടുത്തങ്ങ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ആ ഒരു സമയത്ത് ഇവർക്ക് സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യാവുന്ന യോഗാസനങ്ങൾ, ഉത്താനപാദാസനം പോലെയുള്ള യോഗാസനങ്ങൾ, ഫോർവേഡ് ബെൻഡിങ് ഒഴിവാക്കിയിട്ട് ഉള്ള നടുവിനുള്ള സ്പൈനൽ യോഗാസനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര റിസൾട്ടാണ്. നമുക്കിപ്പോൾ ത്രിഫല തുടങ്ങിയിട്ട് തന്നെ 3 വർഷമായി. ഈ 3 വർഷത്തിൽ തന്നെ നമ്മൾ ആദ്യം ചെയ്തിരുന്നവർക്കൊന്നും പിന്നെ ആ വേദനകൾ തിരിച്ചു വരുന്നില്ല. ഡിസ്കിന്റെ പലരും നമുക്ക് സർജറി സജസ്റ്റ് ചെയ്തവരാണ് നമ്മുടെ മുമ്പിൽ വരിക. സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ, നമുക്കൊരു സർജറി എന്ന് പറയുമ്പോൾ നമുക്ക് പേടിയാണ്, വേണ്ട സമയത്ത് അത് ചെയ്യണം, അതാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ പോലും പേഷ്യൻസ് നമ്മുടെ മുമ്പിൽ എത്തുന്നവർ സർജറിക്ക് ഭയപ്പെട്ടിട്ടും അല്ലെങ്കിൽ അത് ചെയ്യാൻ അവസ്ഥയില്ലാഞ്ഞിട്ടും അതിനൊരു 2 ലക്ഷം 3 ലക്ഷം ചെലവാക്കാൻ വഴിയില്ലാത്തവരാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അവരെ സംബന്ധിച്ച് ഒരു 14 ദിവസത്തെ ട്രീറ്റ്മെന്റും അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 1-2 മാസത്തെ ചികിത്സകളും എല്ലാം കൂടി കഴിഞ്ഞിട്ട് അവർക്ക് നിത്യജീവിതം സുഗമമായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര കാര്യമാണ്. ചെറിയ യോഗാസനങ്ങൾ, നമ്മൾ പറയുന്ന ചെറിയ ജീവിത ശൈലിയിലുള്ള മാറ്റങ്ങൾ. ഇപ്പം അടുക്കളയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണ പറഞ്ഞു കൊടുക്കുന്നതാണ്, നിങ്ങൾ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇരുന്ന് ചെയ്യൂ. നിങ്ങൾക്ക് അതുകൊണ്ട് നഷ്ടം വരുന്നത് ചിലപ്പോൾ ഒരു 3/4 മണിക്കൂർ നിങ്ങൾ കൂടുതൽ പണിയെടുക്കേണ്ടി വരുമായിരിക്കും. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് നമ്മുടെ ശരീരത്തിനെയും കൂടി ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യണം. എന്താ വെച്ചാൽ നമ്മളങ്ങ് പണിയെടുക്കേണ്ട സമയത്ത് ഇപ്പം സ്ത്രീകളായാലും പുരുഷന്മാരായാലും
50-ന് ശേഷമാണ് നമ്മൾ ഇതൊക്കെ ടേക്ക് കെയർ ചെയ്യുള്ളൂ. അതുവരെ ഉള്ളത് വെച്ചിട്ട് അങ്ങ് പിഴിഞ്ഞെടുക്കുന്ന പോലെ ശരീരത്തിനെ കൊണ്ട് അതാ. അപ്പൊ 50 വയസ്സാകുമ്പോഴേക്കും നമ്മൾ രോഗികളായി മാറി. നമുക്ക് ക്വാളിറ്റി ഇപ്പൊ ഈ രോഗങ്ങൾ കൊണ്ടൊന്നും ഇപ്പൊ ചിലരുണ്ടാവും, എന്താ ഇപ്പൊ കാര്യം, നമ്മൾ എങ്ങനെയായാലും നമ്മൾ മരണം വരില്ലേ എന്ന് ചിന്തിക്കുന്നവര്, ഷുഗറും പ്രഷറൊക്കെ ഉള്ളവർ അങ്ങനെ തന്നെ പറയും. പക്ഷെ പല അസുഖങ്ങളും മരണമല്ല നമ്മൾ ഭയപ്പെടുന്നത്. നമ്മളുടെ ഇനിയുള്ള ജീവിതം, നമ്മൾ ജീവിക്കുന്നത് എന്നാണോ മരിക്കുന്നത് അതുവരെയുള്ള ജീവിതം ക്വാളിറ്റി ആക്കി മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഈ ശാസ്ത്രങ്ങളെല്ലാം ഉള്ളത്. അല്ലാണ്ട് മരണം ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ല ഒരു ആരോഗ്യ ശാസ്ത്രങ്ങളും. അപ്പോൾ അലോപ്പതി ഉൾപ്പെടെ ആയുർവേദം ഉൾപ്പെടെ ഹോമിയോ പോലെയുള്ള എല്ലാ ശാസ്ത്രങ്ങളും ജീവിക്കുന്ന അത്രയും കാലം ഹെൽത്തി ആയിട്ട് ആരോഗ്യമായിട്ട് നന്നായി ഹാപ്പി ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പ്രതിരോധിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ പലപ്പോഴും ഇത് ഒരു അവസാനം എത്തുന്ന ഒരു ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളൊക്കെ ഇത് മാറ്റാൻ പറ്റുമോ, ഇതങ്ങ് നമ്മൾ ഡോക്ടർമാരിങ്ങനെ നുള്ളി എടുക്കുന്ന പോലെ ഇങ്ങനെ എടുക്കണം എന്ന് ചിന്തിക്കുന്നവരാണ്. ഇപ്പം നമ്മളായാലും എങ്ങനെയല്ല, ഒരു പനി വന്നാൽ പെട്ടെന്ന് അത് മാറണം എന്നല്ലേ ചിന്തിക്കുന്നത്. പക്ഷെ നമ്മുടെ ബേസിക് എയിം എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുക. ഇപ്പോൾ ഡിസ്ക് പോലെയുള്ള പ്രശ്നങ്ങൾക്ക് MRIയിൽ കാണുന്ന പ്രശ്നങ്ങളൊന്നും ആയുർവേദ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വീണ്ടും ഒരു MRI എടുത്താലും പലപ്പോഴും ആ ബൾജുകളെല്ലാം അങ്ങനെ തന്നെ ഉണ്ടാവും. പക്ഷേ ട്രാക്ഷനൊക്കെ ഇട്ടിട്ട് വളരെ സാവധാനം അത് റീഗെയിൻ ചെയ്ത് വരും. പക്ഷെ എന്നാൽ പോലും അവർ പറയും അയ്യോ ഇതിപ്പോഴും ഇങ്ങനെ MRIയിൽ ഇങ്ങനെ. പക്ഷെ നമ്മൾ ആ സിംറ്റംസ് ആണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. സിംറ്റംസ് ഒക്കെ നന്നായിട്ട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ MRIയിൽ അങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് പറയുന്നത് നമ്മുടെ ഒരു ബുദ്ധിമുട്ടാണോ? അല്ലല്ലോ. നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളതല്ലേ കാര്യം. ഇപ്പോൾ കർക്കിടകത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു എങ്കിലും അവിടെ നമ്മുടെ ഒരു ഭക്ഷണ രീതി, കർക്കിടകത്തിന് ഇണങ്ങിയ ആയുർവേദം മുന്നോട്ട് വയ്ക്കുന്ന ചിട്ടകളുണ്ട്, ജീവിതചര്യകളുണ്ട്, ഭക്ഷണ രീതികളുണ്ട്. അതും കൂടി ഒന്ന് നമ്മുടെ പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് കൂടി ഓർമ്മപ്പെടുത്താൻ നമ്മൾ അത് ആദ്യം പറയേണ്ട കർക്കിടക കഞ്ഞീൻ്റെ കാര്യമാണ്. നമ്മൾ ഭക്ഷണം എന്ന് പറയുമ്പോൾ ഇപ്പൊ കർക്കിടകത്തിൽ ഭക്ഷണം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന കർക്കിടക കഞ്ഞിയല്ലേ. ഇപ്പൊ എല്ലാവരും കഴിക്കില്ല. അത് ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമാണ്. കർക്കിടകത്തിന്റെ എയിം എന്ന് പറയുന്നത് ഒന്ന് രോഗപ്രതിരോധ ശേഷി കൂട്ടുക, പിന്നെ ദഹനവ്യവസ്ഥയെ കറക്റ്റ് ചെയ്യുക. ആ ദഹനവ്യവസ്ഥയെ കറക്റ്റ് ചെയ്യുന്നതിലാണ് കർക്കിടകത്തിൽ നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുള്ള കുറേ സാധനങ്ങളുടെ ഇമ്പോർട്ടൻസ്. ഇപ്പൊ പത്തിലത്തോരനില് അതുപോലെ തന്നെ കുറെ പച്ചിലക്കറികൾ നമ്മൾ കഴിക്കുമല്ലോ, അതിൽ മുരിങ്ങയില നമ്മള് കർക്കിടകത്തിൽ മാത്രം ഒഴിവാക്കാൻ പറയുന്ന സാധനം. അതെന്തുകൊണ്ടായിരിക്കും? അതെന്താണ്ടാന്ന് വെച്ചാൽ നമ്മള് ഓരോ ചെടിക്കും ഒരു പ്രത്യേക കഴിവുകളുണ്ട്. മുരിങ്ങയില, നമ്മള് മുത്തങ്ങ പോലുള്ള ചെടികളുടെ പ്രാധാന്യം എന്ന് പറയുന്നത് ഫൈറ്റോ റെമഡിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഴിവ് അവർക്കുണ്ട്. അതായത് അവര് നിൽക്കുന്ന ഒരു ഭൂപ്രകൃതിയിൽ ആ സമയത്ത് ആ സ്ഥലത്തുള്ള ചുറ്റുമുള്ള വെള്ളത്തെ ശുദ്ധീകരിക്കുന്ന ഒരു കഴിവ്. പണ്ടൊക്കെ നമ്മള് മിക്കവാറും കിണറിന്റെ അടുത്തായിരിക്കും മുരിങ്ങയില ഒക്കെ നട്ടിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു കിണറിലെ വെള്ളത്തിലെ വിഷാംശങ്ങൾ, പ്രത്യേകിച്ച് ഹെവി മെറ്റൽസ് പോലെയുള്ള വിഷാംശങ്ങളൊക്കെ വലിച്ചെടുക്കാനുള്ള കഴിവ് ഈ മുരിങ്ങയിലക്കുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഭൂമിയിലെ വെള്ളം ഏറ്റവും മലിനായിട്ടുള്ള സമയമാണ് നമ്മുടെ മഴക്കാലം. എല്ലായിടത്തും വാഷ് ഔട്ട് ചെയ്തിട്ടുള്ള പൊല്യൂട്ടൻസ് ഒക്കെ വെള്ളത്തിലെത്തുന്ന ഒരു സമയമാണ്. അപ്പൊ ആ സമയത്ത് ഏറ്റവും കൂടുതൽ വെള്ളം അവൈലബിൾ ആയിട്ടുള്ള സമയമാണ്. മുരിങ്ങയിലായിരിക്കും ഏറ്റവും കൂടുതൽ ഈ മാലിന്യങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് കർക്കിടകത്തിൽ നമ്മൾ മുരിങ്ങ കഴിക്കുന്നത്. അത് ശരിക്കും ശാസ്ത്രീയമായിട്ടുള്ള ഒരു കാര്യമാട്ടോ. നമുക്ക് അതിന്റെ കാരണം അറിയണ്ടായിരുന്നില്ല. ഡോക്ടർ അതൊരു വലിയൊരു ഇൻഫോർമേറ്റീവ് കാരണം പലർക്കും ഈ കർക്കിടകത്തിൽ മുരിങ്ങയില കഴിക്കരുത് പലർക്കും വേണ്ടത്ര ശാസ്ത്രീയത അറിയില്ലായിരുന്നു. അതായത് എന്തുകൊണ്ട് കഴിക്കരുത് എന്ന് പറയുന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ. പക്ഷെ അതിന് എത്രയും കൂടി ആധികാരികമായിട്ട് അറിവോടുകൂടി തന്നെ ആളുകൾക്ക് പ്രേക്ഷകർക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ബാക്കി ഇലക്കറികൾ ഇതെല്ലാം നമുക്ക് വേണ്ട ന്യൂട്രിയൻസ് പെട്ടെന്ന് ദഹിക്കാൻ പറ്റുന്ന രീതിക്ക് നമുക്ക് കിട്ടുക എന്നുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്. പക്ഷെ പലപ്പോഴും എൻ്റെ അടുത്ത് കർക്കിടക കഞ്ഞിയൊക്കെ സജസ്റ്റ് ചെയ്യുമ്പോൾ രാമായണ മാസം കൂടിയാണല്ലോ, അപ്പൊ എല്ലാരും ചോദിക്കും ഇതിന്റെ കൂടെ നോൺ കഴിക്കാൻ പറ്റുമോ, ഇറച്ചി മീൻ ഒഴിവാക്കണ്ടേ, പഥ്യങ്ങളുണ്ടോ ചോദിക്കും. പഥ്യം ശരിക്കും പറഞ്ഞാൽ കഞ്ഞിക്കല്ല പഥ്യമുള്ളത്, നമുക്കാണ് പഥ്യമുള്ളത്. ബേസിക് ഐഡിയ ആയിട്ടുള്ള ദഹനം ശരിയാക്കണം, ദഹനം പ്രോപ്പർ ആക്കണം എന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക. അപ്പോൾ ഇറച്ചി മീന് പോലെ ഭയങ്കരമായിട്ട് സമയമെടുക്കുന്ന ദഹനത്തിന് സമയമെടുക്കുന്നത് ഒഴിവാക്കുക, ശരീരത്തിന് ഒരു റെസ്റ്റ് കൊടുക്കുക. പക്ഷെ നമ്മളൊക്കെ സംബന്ധിച്ച് ചെറുപ്പം മുതലേ ഇറച്ചി മീനും കഴിച്ച് അത് നമുക്കൊരു വിഷയമേ അല്ല. എന്തായിരിക്കുന്ന ശരീര പ്രകൃതം ഉള്ളവർക്ക് വിശപ്പൊക്കെ നന്നായിട്ടുണ്ട്, കഴിച്ചാലോ നന്നായിട്ട് ദഹിച്ചു പോണവരെ സംബന്ധിച്ച് അങ്ങനെ ഭയങ്കരമായിട്ട് ഇറച്ചി മീനും ഒഴിവാക്കേണ്ട കാര്യമില്ല. പിന്നെ പണ്ടൊക്കെ ഉള്ളൊരു
ശീലമായിരുന്നു കോഴി മരുന്ന് എന്ന് പറഞ്ഞിട്ട് നാടൻ കോഴി കുറെ കർക്കിടക കഞ്ഞി പോലെ ദഹന കൂട്ടുന്ന തരത്തിലുള്ള ചുക്ക്, കുരുമുളക്, തിപ്പല്ലി പോലെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് കുക്ക് ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു. അതും നോണല്ലേ, അതും പണ്ടത്തെ ആൾക്കാർ കഴിച്ചിരുന്നു. അപ്പൊ ഈ നോൺ ഒഴിവാക്കുക, ഭയങ്കര ഇറച്ചി മീൻ ഒഴിവാക്കുക എന്നൊക്കെ ഉള്ളത് നമ്മുടെ കൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന സമയം. പിന്നെ വേണമെങ്കിൽ നമുക്ക് 12 മാസം നോൺ കഴിക്കുന്നവരല്ലേ, അപ്പൊ 1 മാസം മാറ്റി വെക്കാലോ. ഇപ്പൊ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവര് ഇതെടുക്കുന്നില്ലേ, നോമ്പ് എടുക്കുന്നില്ലേ. നോമ്പിന്റെ കാര്യം ഒന്നും പറയണ്ട, നോമ്പ് ഉദ്ദേശ ശുദ്ധിയൊക്കെ മാറിയിട്ടാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് വയറിന് റെസ്റ്റ് കൊടുക്കണം എന്ന് ഉദ്ദേശിച്ചിട്ട് നോമ്പ് അനുഷ്ഠിക്കാൻ പറഞ്ഞത് അമിത ഭക്ഷണമാണ് ഉണ്ടാവുന്നത്. അപ്പൊ അതിന്റെ ഉദ്ദേശമൊക്കെ മാറിയിരിക്കുന്നു. അപ്പോൾ കർക്കിടകത്തിൽ നമുക്ക് നോൺ ഒഴിവാക്കാൻ പറ്റുന്നവർക്ക് അത് ഒഴിവാക്കണം നല്ലത്. പിന്നെ പ്രതിരോധം കൂട്ടുന്ന തരത്തിലുള്ള പാനകങ്ങൾ നമുക്ക് തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിക്കാം. ചുക്ക്, കുരുമുളക്, തിപ്പല്ലി അത് തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, എന്നും ഒരേ ജീരകം ഇട്ടിട്ട് കുടിക്കുക, ഒരേ ചുക്കിട്ടിട്ട് കുടിക്കുക, അങ്ങനെ ചെയ്യരുത്. ഇതെല്ലാം മരുന്നുകളാണ്. ഇതെല്ലാം ആയുർവേദത്തിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഫൈറ്റോ കോൺസ്റ്റിറ്റ്യുവൻസും എല്ലാം ഉള്ള മരുന്നുകളാണ്. അതന്നെ ഒരേ സാധനം തന്നെ ഉള്ളിലേക്ക് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം കിഡ്നിയും ലിവറും ഒക്കെ പുറന്തള്ളണം. അലോപ്പതി ആയാലും ആയുർവേദ ആയാലും എല്ലാ മരുന്നുകൾ കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഒരേ സാധനം ഇട്ടിട്ട് ശരീരത്തിൽ അതിങ്ങനെ അടിഞ്ഞു കൂടാനുള്ള ഒരു അവസ്ഥ ഒഴിവാക്കാം. മാറി മാറി ഒരു ദിവസം മല്ലിയിടുക, ഒരു ദിവസം കുരുമുളക് ഇടുക. വെള്ളം കുടിക്കുന്ന ആൾക്കാർ ഒരേ പാക്കറ്റില്ലേ, ഒരേ ബ്രാൻഡ്, അതൊന്ന് ആലോചിച്ച് നോക്കൂ. ദാഹശമനി എന്ന് പറയുന്ന അതിലൊരു സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയാം. ദാഹശമനിയില് എല്ലാത്തിലും നമുക്ക് ഇഷ്ടമുള്ള ഒരു മണവും ടേസ്റ്റുമാണ് രാമച്ചം. രാമച്ചം ഭയങ്കര തണുപ്പാ. ആ തണുപ്പ് ഈ മഴയത്ത് കുടിക്കാൻ പാടുണ്ടോ? അപ്പൊ നമ്മള് ജലദോഷമൊക്കെ ആയിട്ട് വരും, ഞാൻ വെള്ളം തിളപ്പിച്ചിട്ടാ കുടിക്കുക, ഞാൻ ദാഹശമനി ഇട്ടിട്ടാ കുടിക്കുക എന്ന് പറഞ്ഞവരോട് ഞാൻ പറയും, അത് കുടിക്കണ്ട, സാധാ ചൂടുവെള്ളം കുടിച്ചോളൂ. അല്ലെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ടോ, അല്ലെങ്കിൽ ഒരു ചുക്കിട്ടിട്ടോ, അല്ലെങ്കിൽ 4 മണിക്ക് കുരുമുളക് ഇട്ടിട്ടോ തിളപ്പിച്ചിട്ട് കുടിച്ചോളൂ പറയും. ഒരേ സാധനം. ഇതാണ് അതിന്റെ ഒരു പേഴ്സണലൈസ്ഡ് മെഡിസിൻ, അല്ലാണ്ട് ഒരു നമ്മളൊരു പരസ്യത്തിലൂന്നി ചികിത്സക്ക് പോകുമ്പോൾ ഒരു പ്രശ്നമാണ്. ഉണ്ട്. അതായത് ഇപ്പൊ നമ്മൾ പറയും സീസൺ ആണ് എന്ന് പറയും, ആയുർവേദക്കാരുടെ സീസൺ ആണെന്ന് പറയും. പക്ഷെ അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ആയുർവേദ ട്രീറ്റ്മെന്റുകളൊക്കെ ഭയങ്കര ഉഷ്ണം, അതായത് ശരീരത്തിലേക്ക് ഉഷ്ണം തരുന്ന ട്രീറ്റ്മെന്റുകളാണ് കൂടുതലല്ല. അപ്പൊ അതൊന്നും നമുക്ക് വേനലിൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ വേനലിലൊരു ആൾക്ക് ഭയങ്കര പെയിൻ ആണെന്ന് പറഞ്ഞാലും നമുക്ക് ഒരു പരിധി വിട്ടിട്ടുള്ള ഉഷ്ണ ചികിത്സകളൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈ കാലാവസ്ഥ കൂടി അനുകൂലമാണല്ലോ, നമ്മുടെ ഞരമ്പുകളൊക്കെ ആക്റ്റീവായ സമയമാണ്. നമ്മുടെ ശരീരം ഭയങ്കര അതിനെല്ലാം റിസീവ് ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആയുർവേദ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടവർക്ക് അനുയോജ്യമായ ഒരു കാര്യമാണ്. പിന്നെ രോഗികളല്ലാത്തവർക്കും ഒരു റെഗുലർ ഒരു ചെക്കപ്പ്, ഒരു സർവീസ് എന്നുള്ള രീതിയിൽ കർക്കിടകം തെരഞ്ഞെടുക്കണം. ഇനി മറ്റൊരു വിഷയം, ഡോക്ടർ ത്രിഫല ആയുർവേദ ചികിത്സാലയം എന്ന് പറഞ്ഞിട്ട് വളരെ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. ഒരുപാട് പേര് ഡോക്ടറെ അറിയുകയും ഡോക്ടറെ തേടി വരുന്ന ഇതാണ്. നമ്മൾ ഒരുപാട് രോഗങ്ങൾ, സ്ത്രീജന്യ രോഗങ്ങളുണ്ട്, ഒപ്പം തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ അടുത്തൊരു വിഷയം എടുക്കുകയാണെങ്കിൽ ഒരു പ്രസവരക്ഷ ഏറ്റവും മറ്റൊരു കാര്യമാണ്. ഈ പ്രസവരക്ഷയെ സംബന്ധിച്ച് ഒരുപാട് ആളുകൾക്കിടയിൽ ഒരു അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. എങ്ങനെയാണ് നമ്മൾ അത്തരം കാര്യങ്ങളെ പ്രസവരക്ഷയെ ബന്ധപ്പെട്ട് സ്ത്രീകളോട്? ത്രിഫലയെ സംബന്ധിച്ച് നമ്മൾ ബാക്കി ഇപ്പോൾ വാതരോഗങ്ങൾ, ഇപ്പോൾ ഓർത്തോപീഡിക് ഡിസീസുകൾ നമ്മൾ നന്നായി മാനേജ് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്ത്രീ രോഗങ്ങൾ നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അതിൻ്റെ മറ്റൊരു വിഭാഗം എന്നുള്ളത് സുഖചികിത്സ എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവരക്ഷ ചെയ്യുന്നു. പ്രസവരക്ഷ പണ്ടൊക്കെ വീടുകളിലായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ ഉൾപ്പെടെ ഉള്ളവർ നമ്മുടെ ഡെലിവറിക്കെല്ലാം അതൊരു രീതിയായിരുന്നു. പല കാര്യങ്ങളും നമ്മൾ അതിൻ്റെ ശാസ്ത്രീയത ഒന്നും നോക്കിയിട്ടല്ല നമ്മൾ ചെയ്യുക. അത് നമ്മുടെ അമ്മ എങ്ങനെയായിരുന്നു, നമ്മുടെ അമ്മമ്മ എങ്ങനെയായിരുന്നു, അതുപോലെ അതങ്ങനെ പോകുന്നു. അതൊക്കെ എന്താ പറയാ, നമ്മള് പ്രസവത്തിന് നമ്മളെ നോക്കാൻ വേണ്ടിയിട്ട് ഒരാൾ നിൽക്കുമ്പോൾ അയാളുടെ അറിവാണ് നമ്മുടെ ശരീരത്തിൽ അങ്ങോട്ട് പ്രയോഗിക്കുക. അതൊക്കെ ഒരുപാട് ഇപ്പൊ അലോപ്പതിക്കാർക്കിടയിൽ തന്നെ നമ്മൾ ആയുർവേദത്തിനെ ഒന്ന് വിമർശിക്കാനുള്ള പല കാര്യങ്ങളും താഴ്ത്തിക്കെട്ടാനുള്ള ഒരു കാരണങ്ങൾ അതും തന്നെ കിട്ടിയിരുന്നു. അതൊക്കെ വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഒട്ടും ശാസ്ത്രീയ അടിത്തറ ഇല്ലാണ്ടാണ് നമ്മുടെ വീടുകളിൽ പ്രസവരക്ഷ നടത്തിക്കൊണ്ടിരുന്നത്. തടിച്ച സ്ത്രീകൾക്കും മെലിഞ്ഞ സ്ത്രീകൾക്കും സിസേറിയൻ കഴിഞ്ഞവർക്കും നോർമൽ ഡെലിവറി കഴിഞ്ഞവർക്കും എല്ലാവർക്കും ഒരേ തരത്തിലുള്ള ഭക്ഷണം, ഒരേ തരം മരുന്നുകൾ. അതിപ്പോ ആയുർവേദ ഡോക്ടറൊന്നും ആവശ്യമില്ല, അവർക്കറിയാം. നാഡിമർമ്മ കഷായം കൊടുക്കുക, മറ്റേ ശതകുപ്പ കൊടുക്കുക, അത് വിറകി കൊടുക്കുക, പല തരമായിരുന്നു. ആടിനെ മൊത്തത്തിൽ കഴിക്കുന്നത്, എന്തൊക്കെയാണ് നടക്കണമെന്നുള്ളത് അത് ശരിക്കും പറഞ്ഞാൽ
നല്ലതിനുദ്ദേശിച്ച് പണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ശരിക്കും ദോഷമായിട്ടായിരുന്നു സ്ത്രീകൾക്ക്. നമ്മൾ ഓൾറെഡി ഒരു ഗർഭിണിയായ സ്ത്രീയെ സംബന്ധിച്ച് നമ്മൾ ആ പ്രഗ്നൻസിയുടെ 10 മാസം കൊണ്ട് തന്നെ നമ്മളൊരു 9 to 11 kg നമ്മൾ 9 മുതൽ 11 കിലോ വരെ നമ്മൾ വെയിറ്റ് ഗെയിൻ ഉണ്ടാവും. ഒരു 50 കിലോ ഉള്ള ഒരു ലേഡി 60 കിലോ ആയിട്ടുണ്ടാവും. അത് എന്തിനാന്ന് വെച്ചാൽ അതൊരു ശാരീരികമായിട്ടുള്ള നോർമൽ ആയിട്ടുള്ള ഒരു ഫിസിയോളജിക്കൽ പ്രോസസ്സാണ് ആ വെയിറ്റ് ഗെയിൻ എന്നുള്ളത്. കാരണം നമ്മിൽ നിന്നുണ്ടാവുന്ന ഒരു കുട്ടീനെ സംരക്ഷിക്കാനും മുലപ്പാലൂട്ടി അതിനെ വളർത്താനുള്ളൊരു എക്സസ് ആയിട്ടുള്ളൊരു സ്ട്രെങ്ത് വേണം. അതിന് വേണ്ടിയിട്ട് ബോഡിയുടെ ഹോർമോൺ വ്യത്യാസം കൊണ്ട് വരുന്നൊരു കാര്യമാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു ശരീരത്തിലേക്കാണ് ഓൾറെഡി നമ്മൾക്ക് വേണ്ട സ്കെൽറ്റൽ സിസ്റ്റം ഉണ്ട്, അതിലേക്കുള്ള മസിൽ ഉണ്ട്, ഫാറ്റ് ഉണ്ട്. അതിൽ നിന്നും 10 കിലോ കൂടി ഈ 10 മാസം കൊണ്ട്. അങ്ങനെ കിടക്കുന്ന ഒരു സ്ത്രീയെയാണ് 2 പേർക്കുള്ള ഭക്ഷണം കഴിക്കണം, ഒരു ആവശ്യത്തിൽ കൂടുതലുള്ള ലേഹ്യങ്ങളും നെയ്യുകളും മറ്റേ സൂപ്പും മട്ടനും ബീഫും എല്ലാം ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ വീണ്ടും 10 കിലോ കൂടും. 40 ദിവസം കൊണ്ട് വീണ്ടും 10 കിലോ കൂടും. അമിതവണ്ണത്തിന് വളരെയധികം എല്ലാവരും ഇപ്പം നമ്മൾ വെയിറ്റ് ലോസ് മാനേജ്മെന്റ് നമ്മൾ ചെയ്യുന്ന വെയിറ്റ് മാനേജ്മെന്റ് നമ്മൾ ക്ലിനിക്കുകളിൽ ചെയ്യുന്ന യോഗയും ഇതെല്ലാം കൂടി ആയിട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാരും പറയുന്നത് ഞാൻ പണ്ട് മെലിഞ്ഞിട്ടായിരുന്നു, പ്രസവത്തിന് ശേഷമാണ്. അപ്പൊ ഞാൻ ചോദിക്കും പ്രസവത്തിന്റെ സമയത്ത് അതൊരു 8 കിലോ കൂടിയിരുന്നു, അതിന് ശേഷമാണ് കൂടിയത്. അപ്പൊ കുട്ടീനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിൽ സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുക്കേണ്ട സ്ത്രീകളാണ്. നമുക്കറിയാം നമ്മളുടെ ശരീരപ്രകൃതി എങ്ങനെയാണ്, നമ്മൾക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നറിയാം. ഇനി അത് നിങ്ങൾക്ക് അങ്ങനെ ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യനെയോ ഒരു ആയുർവേദ ഡോക്ടറെയോ കണ്ടിട്ട് വളരെ ശാസ്ത്രീയമായിട്ട് ഡയറ്റ് ചിട്ടപ്പെടുത്തിയിട്ട് നമുക്ക് എടുക്കാമല്ലോ. ത്രിഫല മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഒരു പോസ്റ്റ്നേറ്റൽ കെയർ ആയുർവേദത്തിൽ നിന്നുള്ളൊരു കാര്യം ഇപ്പൊ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആയുർവേദ ഹോസ്പിറ്റലുകൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ പട്ടാമ്പിയിൽ തന്നെ ചുറ്റുവട്ടത്തായിട്ട് തന്നെ ഇഷ്ടംപോലെ ആയുർവേദ ഹോസ്പിറ്റലുകൾ ചെയ്യുന്നുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ത്രിഫല ചെയ്യുന്ന പ്രസവരക്ഷയിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ പേഴ്സണലൈസ് ചെയ്തിട്ടുള്ള പ്രസവരക്ഷയായിരിക്കും. അതായത് ഒരു തടിയുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർക്ക് വേണ്ട മരുന്നുകളും അവർക്ക് വേണ്ട ചികിത്സയും എല്ലാം ഡിഫറെൻ്റ് ആണ്. എല്ലാവർക്കും എണ്ണ തേച്ച് മഞ്ഞൾ തേച്ച് കുളിക്കുക, എല്ലാവർക്കും തനന്തരം തൈലം തേക്കുക എന്നുള്ളതിൽ നിന്നും ഉപരിയായിട്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് അവർക്ക് എത്ര കലോറി വേണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് പാല് കുറയാത്ത രീതിയിൽ, മുലപ്പാലിൽ കുറവ് വരാത്ത രീതിയിലുള്ള പ്രോട്ടീൻസ് എല്ലാം കൊടുത്ത് ബാക്കി തടി കുറയാണ്ട് അല്ലെങ്കിൽ ആ ഒരു ഹെൽത്തി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ നമ്മൾ സ്ത്രീകളെ സഹായിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ പ്രസവരക്ഷ മുന്നോട്ട് വെക്കുന്നത്. അതിൽ ഭയങ്കര മോശമായിട്ട്, അതായത് നമ്മളൊരു സ്ഥാപനത്തിലോട്ട് പ്രസവരക്ഷ മാറുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുന്ന ഒരു കാര്യം ഇത് കുറച്ചും കൂടി ഒരു അടുക്കും ചിട്ടയിലും നടത്താൻ വേണ്ടിയിട്ടാണല്ലോ. പക്ഷെ പല സ്ഥാപനങ്ങളും, ചില സ്ഥലത്ത് ഡോക്ടേഴ്സ് ഉണ്ട്, ചില സ്ഥലത്ത് ഡോക്ടേഴ്സ് ഇല്ല. അങ്ങനെ നടത്തുന്ന സ്ഥാപനങ്ങളെല്ലാം ഒട്ടും ശാസ്ത്രീയമല്ലാതെ തന്നെയാണ് ഇത് കൈകാര്യം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ശതകുപ്പ അരച്ചു കൊടുക്കുക, 7 ദിവസം ശതകുപ്പ കൊടുക്കുക, പിന്നീട് ശതകുപ്പ ലേഹിയാക്കി കൊടുക്കുക. ശതകുപ്പ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാട്ടോ ശതകുപ്പയുടെ കാര്യം. ശതകുപ്പ എന്ന് പറയുന്നത് പ്രസവരക്ഷയിൽ ഉദ്ദേശിക്കുന്നത് ദഹനം കറക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഗർഭാശയ ശോധനമായിട്ടാണ്. ഒരു സിസേറിയൻ കഴിഞ്ഞ സ്ത്രീയെ സംബന്ധിച്ച് ഓൾറെഡി അതിലുള്ള ബ്ലഡ് ആ ഒരു ഇന്നർ ലൈനിങ് ഒക്കെ നന്നായി പോയിട്ടുണ്ട്, ബ്ലീഡിംഗ് ഒന്നും ഉണ്ടാവില്ല. അവർക്ക് വീണ്ടും ശതകുപ്പ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ അതിനനുസരിച്ച് ഓരോ സ്ത്രീയും അറിഞ്ഞ് അവർക്ക് വേണ്ട രീതിയിൽ ഡയറ്റ് ചാർട്ട് ചെയ്ത് അവർക്ക് വേണ്ട സ്ട്രെസ് മാനേജ്മെന്റിന് വേണ്ടി യോഗയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ത്രിഫല പ്രസവരക്ഷ ചെയ്യുന്നത്. ഒരു പാക്കേജ്. ഇപ്പോഴും പാക്കേജ് എന്ന് പറയുമ്പോൾ കൂടുതൽ ആൾക്കാർ അട്രാക്റ്റഡ് ആവും. പ്രത്യേകിച്ച് നമ്മളിത് വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ ഇതിനേക്കാൾ ഒരുപാട് ചെലവാണ് നമുക്ക്. അപ്പൊ അതിൽ നിന്നും നമുക്ക് അത്രയും ചെലവിന്റെ ആവശ്യമില്ല ശരിക്കും. അപ്പൊ വേണ്ട രീതിക്കുള്ള പേഷ്യന്റ് കെയർ, അമ്മയ്ക്കും കുഞ്ഞിനുമുള്ള കെയർ കൊടുത്തുകൊണ്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഡോക്ടർ വാക്കുകൾ നമ്മുടെ ഗർഭിണികളും അമ്മമാരും അമ്മമാരൊക്കെ ശ്രദ്ധിക്കട്ടെ. പിന്നെ ഒപ്പം തന്നെ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ യൂട്യൂബിൽ ഡോക്ടറിനോട് ഒരിക്കൽ പറയുണ്ടായി, ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്നത് വീട്ടമ്മമാർ അവരുടെ ഭാരമാണ്, ശരീരഭാരം കൂടുന്നു, തടി കൂടുന്നു, അല്ലേ, അമിതവണ്ണം എന്ന് പറയുന്ന ഉത്കണ്ഠ അവർക്കുണ്ട്. അതിനെ പക്ഷേ അശാസ്ത്രീയമായ പല യൂട്യൂബ് വീഡിയോസും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരുപാട് വ്യാജ പ്രൊഫൈലുകളിൽ നിന്നൊക്കെയാണ് അവർ അത്തരത്തിൽ സ്വയം ശരീരം പരീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്?
അതെന്താന്ന് വെച്ചാൽ നമ്മൾ ട്രെൻഡിനൊപ്പം എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം ഉണ്ടല്ലോ. നമ്മളിപ്പോ വെയിറ്റ് ലോസ് എന്നുള്ളത് സ്ത്രീകളിൽ ഒരു 90% ഇപ്പത്തെ നല്ലൊരു എക്കണോമിക്കൽ സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരു സമൂഹത്തിനെ സംബന്ധിച്ച് നമ്മൾ ആരും ഇപ്പോൾ ഭയങ്കരമായിട്ട് ഫിനാൻഷ്യലി, അതായത് ബാക്കിയുള്ള രാജ്യങ്ങളെയൊക്കെ സംബന്ധിച്ച്, ബാക്കിയുള്ള സ്റ്റേറ്റ്സിനെയൊക്കെ സംബന്ധിച്ച് നമ്മൾ വളരെ എന്താ പറയുക മുന്നോട്ട് പോയിരിക്കുക. ആരോഗ്യത്തിന്റെ കാര്യത്തിലായാലും ഫിനാൻഷ്യലി ആയാലും എക്കണോമിക്കൽ എല്ലാ കാര്യത്തിലും. അപ്പോൾ അങ്ങനെ ഒരു സമൂഹത്തെ സംബന്ധിച്ച് നമുക്കിഷ്ടമുള്ളത് എന്തും കഴിക്കാനുള്ള അവസരം നമുക്കിപ്പോൾ ഉണ്ട്. പുറത്തു പോയി കഴിക്കാം, രാത്രി കഴിക്കാം, എപ്പോൾ വേണമെങ്കിലും കഴിക്കാം, വീട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് കഴിക്കാം. സ്വാഭാവികമായിട്ടും ആരും ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ ആരും കഴിക്കാതെ തടി വെക്കില്ല. പ്രൊവൈഡഡ് എന്തെങ്കിലും ഒരു അണ്ടർലൈൻ രോഗം, വെയിറ്റ് കൂട്ടുന്ന തരത്തിൽ എന്തെങ്കിലും രോഗം ഇല്ലാത്തടത്തോളം കാലം വെറുതെ ആരും തടി വെക്കില്ല. അതിലേക്ക് ആ തടിക്കൊക്കെ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, പ്രസവരക്ഷയൊക്കെ നമ്മുടെ ആ ശാസ്ത്രീയമായിട്ടുള്ള പ്രസവരക്ഷയൊക്കെ അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ കഴിക്കൽ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നമ്മളിവിടെ ത്രിഫലയിൽ വളരെ ഇപ്പം ഒരു 3 വർഷമായിട്ട് നമ്മൾ ഒരു 40ഓളം ആൾക്കാരുടെ വെയിറ്റ് എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാൻ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. നമ്മൾ കലോറി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു അവരുടെ ഭക്ഷണം, ഇപ്പോൾ ഒരു നോൺ കഴിക്കുന്ന ഒരാളെ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്ന ഒരാളോട് നിങ്ങൾ നോൺ നിർത്തൂ, നിങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കരുത്, അപ്പോൾ നിങ്ങളുടെ വെയിറ്റ് കുറയും, എന്നിട്ട് ആ രീതിക്കുള്ള കുറേ സാലഡുകളും കുറേ അങ്ങനത്തെ നിങ്ങൾ അവർക്കായിട്ടുള്ള ഓട്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ നടക്കില്ല. നമ്മൾ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചിട്ട് അവരുടെ സാഹചര്യം എങ്ങനെയാണ്, അവരുടെ വീട്ടിലെ ഭക്ഷണ രീതി എങ്ങനെയാണെന്നെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഉള്ളൊരു വെയിറ്റ് ലോസ് ആണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ യോഗയും കൂടി നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യും. അതായത് ഹെൽത്തി വെയിറ്റ് ലോസ് ആണ് നമ്മുടെ ഒരു എയിം. അതായത് ന്യൂട്രീഷൻസ് ഒന്നും കുറയാണ്ട് വേണ്ട പോഷണങ്ങളൊക്കെ കൊടുത്ത് ആവശ്യമില്ലാത്ത നമ്മളിൽ എത്തുന്ന മധുരം, കൊഴുപ്പ് പോലുള്ളവ നിയന്ത്രിച്ചിട്ടുള്ള വെയിറ്റ് ലോസ് നമ്മൾ പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നത്. അതൊരു 40 ദിവസമാണ് നമ്മളൊരു ഒരു ബൗണ്ടറി വെക്കുന്നത്. ഈ 40 ദിവസം കൊണ്ട് ഒറ്റയടിക്ക് 40 ദിവസം കൊണ്ട് ഇത്രയും കിലോ കുറയാന്നുള്ളതല്ല നമ്മുടെ എയിം. ഈ 40 ദിവസം പേഷ്യന്റിനെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യാന്നുള്ളത്. നിങ്ങളുടെ ബോഡി പാറ്റേൺ ഇതാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ വെയിറ്റ് കൂടും, ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ വെയിറ്റ് കുറയും. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ബാക്കിയുള്ള ലൈഫ് അവരുടെ ഹെൽത്തി ആയിട്ട് ദിവസത്തിന് പ്രാധാന്യമുണ്ട്. ഇപ്പോഴത്തെ പരസ്യങ്ങളിലൊക്കെ 7 ദിവസം കൊണ്ട് 10 കിലോ കുറയ്ക്കുക, 5 ദിവസം കൊണ്ട് കുറയ്ക്കാം. ഇതിലൊരു അപകടം കൂടി ഇല്ലേ ഡോക്ടർ? ഒരിക്കലും പറയണ്ടേ, നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഒന്നും വെറുതെ ഉള്ളതല്ല. ഇപ്പൊ കൊഴുപ്പാണെങ്കിലും കൊഴുപ്പിന് നമ്മുടെ ശരീരത്തിൽ അതിൻ്റെതായ പ്രവർത്തനങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഒരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവയവമാണ് കിഡ്നി. കിഡ്നി നമ്മുടെ 2 സൈഡുകളിലായിട്ട് പ്രത്യേകിച്ച് വേറെ ഒന്നിൻ്റെ ഒരു കവറിങ് ഇല്ലാണ്ട് ഒരു കൊഴുപ്പിൻ്റെ ഒരു ആവരണത്തിൻ്റെ ഉള്ളിലാണ് കിഡ്നി നിൽക്കുന്നത്. ഒറ്റയടിക്ക് ഒരു 10 ദിവസം കൊണ്ട് ഒരു 10 കിലോ കുറയുന്നു, 15 ദിവസം കൊണ്ട് 20 കിലോ കുറഞ്ഞു, 25 കിലോ കുറഞ്ഞു, ബിഫോർ ആഫ്റ്റർ ഫോട്ടോ ഇട്ടാൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ അട്രാക്റ്റഡ് ആയിട്ട് പോകും. തടിയുള്ള ഒരാളെ സംബന്ധിച്ച് നമ്മൾ അട്രാക്റ്റഡ് ആവും. പക്ഷെ അപ്പോഴുള്ള അപകടം ഇതാണ്, ഈ ഇന്റേണൽ നമ്മുടെ ആന്തരികാവയവങ്ങളിലെ പലതിന്റെയും കവറിങ് ഉള്ള ഈ ഒരു ഫാറ്റ് ഒറ്റയടിക്ക് പോവുകയാണ്. ചിലപ്പം ഫാറ്റും ആവില്ല, ചിലപ്പോൾ പോകുന്നുണ്ടാവുക നമ്മുടെ മസിൽ മാസ് ആയിരിക്കും പോകുന്നുണ്ടാവുക, നമ്മുടെ വാട്ടർ വെയിറ്റ് ആയിരിക്കും പോകുന്നുണ്ടാവുക. ഇതൊക്കെയാണ് നമ്മൾ വെയിറ്റ് ഇന്ന് കുറഞ്ഞു, ഇന്ന് 1 കിലോ കുറഞ്ഞു എന്നുള്ള നമ്മളെ ഭയങ്കര റിസൾട്ട് കിട്ടുക. അപ്പൊ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് വെയിറ്റ് ലോസ് എടുക്കുന്ന ഒരു സസ്റ്റൈനബിൾ ആയിട്ട് എടുക്കണം. പുറത്തുനിന്ന് കഴിക്കേണ്ടവരാണെങ്കിൽ പുറത്തുനിന്ന് കഴിക്കണം. അപ്പൊ ആ കഴിക്കുമ്പോൾ അതിന്റെ മുന്നത്തെ നേരങ്ങളിൽ നമ്മളൊന്ന് കൺട്രോൾ അത് നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെയും ആയുർവേദ രീതിയിൽ വെയിറ്റ് ലോസിന് അപ്രോച്ച് ചെയ്യാം. നമുക്കിപ്പോൾ പഞ്ചകർമ്മ ചികിത്സ വഴി തന്നെ നമ്മളിവിടെ വെയിറ്റ് ലോസ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വെയിറ്റ് അല്ലെങ്കിൽ അമിതവണ്ണം, ദുർമേധസ് ഒക്കെ ഒന്നിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നേരത്തെ പെയിന്, ആർത്രൈറ്റിക് കണ്ടീഷന് വാദം പറഞ്ഞതുപോലെ ഈ ഒരു അസുഖങ്ങൾക്കെല്ലാം കാരണം കഫമാണ്. അപ്പൊ കഫത്തിനെ പുറന്തള്ളാൻ, എക്സസ് ആയിട്ടുള്ള ദുഷിച്ചു നിൽക്കുന്ന കഫത്തിന്റെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളാൻ ഉള്ള ഒരു പഞ്ചകർമ്മയിലെ ഒരു ശോധന ചികിത്സയാണ് വമനം. വമനം എന്ന് പറഞ്ഞാൽ ഛർദിപ്പിക്കുക. അത് പലയിടത്തും പലരും ചെയ്യുന്നുണ്ട്. നസ്യം, നമ്മുടെ 5 അത് മറ്റൊരു തമാശയാണ്. കാരണം പഞ്ചകർമ്മ ചികിത്സ എന്ന് പറഞ്ഞാൽ ഒഴിച്ചിലും പിഴിച്ചിലും ആണെന്ന് ധരിച്ചിരിക്കുന്ന സമൂഹമാണ് നമുക്കുള്ളത്. അപ്പൊ പഞ്ചകർമ്മയ്ക്ക് വേണ്ടി അഡ്മിറ്റ് ആവണവരോട് അല്ല എണ്ണയിട്ട് തിരുമില്ലേ, പിഴിച്ചിലില്ലേ എന്നൊക്കെയാണ് ചോദിക്കുക. അതൊക്കെ പഞ്ചകർമ്മയുടെ ഒരു പൂർവ്വകർമ്മമാണ്. ഒരു ഇനീഷ്യലി നമ്മൾ ശരീരത്തിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതെ, സ്നേഹനം സ്വേദനം ഒക്കെ വഴി വേർപ്പിച്ച് ശരീരത്തിനൊന്ന് പാകമാക്കി എടുക്കണം, എന്നിട്ട് പഞ്ചകർമ്മ ചെയ്യുക എന്നുള്ളത്. നസ്യം, വമനം, വിരേചനം, വസ്തി, രക്തമോക്ഷം, ഇതാണ് 5 പഞ്ചകർമ്മങ്ങൾ. അപ്പൊ ഇത് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ
ഈ 5 പഞ്ചകർമ്മങ്ങളിൽ തടി കുറയ്ക്കാൻ വേണ്ടത് ഏത് ദോഷമാണ്? കഫം. അപ്പോൾ കഫത്തിനെ പുറന്തള്ളാനുള്ള വമനമാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. വമനം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ശരീരത്തിന് പ്രിപ്പയർ ആക്കി എടുക്കുന്നത് പോലെ ആദ്യം തുടക്കത്തിൽ നെയ്യ് കഴിക്കണം, സ്നേഹപാനം ചെയ്യണം. നമുക്ക് ഓരോ ശരീരപ്രകൃതി അനുസരിച്ച് നമ്മൾ നെയ്യ് കൊടുത്ത് 7 ദിവസം, ഏകദേശം 7 ദിവസമാണ് സ്നേഹപാനം കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ 8ാമത്തെ ദിവസം വമനൌഷധം കൊടുത്ത് അതിരാവിലെ ഛർദ്ദിപ്പിച്ച് ഉള്ളൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. അതും ഒറ്റയടിക്ക് 8 ദിവസം കൊണ്ട് വെയിറ്റ് ലോസ് എന്നുള്ളതല്ല, നമ്മുടെ വെയിറ്റ് ലോസിന് ഒരു തുടക്കമാണ്. ഉള്ളിലുള്ള ദുഷിച്ച കഫങ്ങളൊക്കെ പുറന്തള്ളി ശരീരം നല്ല പുതുതായിട്ട് നമ്മൾ വെച്ച്, എന്നിട്ട് കലോറി ഡെഫിസിറ്റിലായിട്ട് വേണ്ട ന്യൂട്രിയൻസും പ്രോട്ടീനും ഒക്കെ ചെന്നിട്ടുള്ള ഒരു ഡയറ്റ് നമ്മൾ സജസ്റ്റ് ചെയ്യും. വളരെ റിസൾട്ടാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ ഇതൊന്നും തടിയൊന്നും ചെത്തിക്കളയാനൊന്നും പറ്റില്ല. നമ്മൾ ശരീരം ഉണ്ടാക്കിയിട്ടുള്ള 1-2 ദിവസം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതല്ല ഈ തടി. അപ്പോൾ 1-2 ദിവസങ്ങൾ കൊണ്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. വളരെ ചിട്ടയായിട്ടുള്ള വിൽ പവറോട് കൂടിയ ചികിത്സയാണ് നമുക്ക്. ഡോക്ടർ, ഇപ്പോൾ നമുക്ക് ഈ ത്രിഫലയുടെ സെന്ററുകൾ എവിടേക്കാണ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? നമുക്ക് നമ്മുടെ ആദ്യത്തെ ത്രിഫലയുടെ സെന്റർ തുടങ്ങിയത് ആലൂരാണ്, തൃത്താല ആലൂര്. അവിടെ നമ്മളൊരു ക്ലിനിക്കായിട്ടാണ് തുടങ്ങിയത്. OP പഞ്ചകർമ്മ വന്നു പോയിട്ട് പഞ്ചകർമ്മ എടുക്കാനുള്ള സൗകര്യങ്ങളും യോഗയുടെ ഒരു ഹോളൊക്കെ ആയിട്ടുള്ളതാണ് നമ്മുടെ അവിടുത്തെ സെന്റർ. രണ്ടാമതായിട്ട് നമ്മൾ പട്ടാമ്പിയിലാണ്, നില ഹോസ്പിറ്റലിന്റെ ആയുർവേദ വിഭാഗമായിട്ടാണ് നമ്മൾ ത്രിഫല സ്റ്റാർട്ട് ചെയ്തത്. അതിപ്പോൾ 2 വർഷമായി ഇവിടെ പട്ടാമ്പിയിൽ നിലയോട് അസോസിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മളൊരു പുതിയ പ്രൊജക്റ്റ് ആയിട്ടാണ് നമ്മളിപ്പോൾ പ്രസവരക്ഷയും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അവിടെ ഇപ്പോൾ നമ്മളുടെ ബുക്കിംഗ് എല്ലാം ഫില്ലാണ്. നമ്മളത് ക്വാളിറ്റി ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതുകൊണ്ട് നമുക്കെല്ലാം ഇപ്പോൾ നല്ല രീതിക്കാണ് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇപ്പോൾ 3 തരത്തിലാണ് ത്രിഫലയുടെ സേവനം. ഇപ്പോൾ ഡോക്ടറിലേക്ക് എത്തിച്ചേരാൻ പറ്റിയ ഒരു നമ്പർ കൂടി, വെബ് ID ഉണ്ടെങ്കിൽ ഒന്ന് അത് ഞാൻ പറഞ്ഞോളൂ. ത്രിഫല ആയുർവേദ ചികിത്സാലയം, പട്ടാമ്പി നില ഹോസ്പിറ്റൽ, അതാണ് ഇവിടുത്തെ അഡ്രസ്സ്. ത്രിഫല ആയുർവേദ ചികിത്സാലയം, വില്ലേജ് ഓഫീസ് റോഡ്, ആലൂരാണ്. ആലൂരത്തെ അഡ്രസ്സ്. എൻ്റെ ഫോൺ നമ്പർ 8921318827. പിന്നെ പേഴ്സണൽ നമ്പർ ഞാൻ അത്യാവശ്യം പേഷ്യൻസിന് കൊടുക്കാറുണ്ട്, 9951688094. പിന്നെ ത്രിഫല നിങ്ങൾ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ആയുർവേദ ഹോസ്പിറ്റൽ പട്ടാമ്പി എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ത്രിഫല ആക്റ്റീവ് ആയിട്ടുള്ള ഗൂഗിൾ മാപ്പിലുണ്ട്. നമുക്ക് ലൊക്കേഷൻ എല്ലാം അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ തന്നെ നമ്മുടെ ഹസ്ബൻഡ് ഫാമിലിയിലെ, അപ്പോൾ അദ്ദേഹത്തെ കൂടി ഒന്ന് പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡ് ഓർത്തോപെഡീഷ്യനാണ്, പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നു. ഡോക്ടർ ജിംഷാദ്. പിന്നെ ഒരു മോളാണുള്ളത്. മോള് 6 വയസ്സ്, 5.5 വയസ്സ്, 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇതാണ് നമ്മുടെ ഫാമിലി. അപ്പോൾ എന്തായാലും ആയുസിൻ്റെ വേഗത്തെക്കുറിച്ച് നമ്മുടെ കർക്കിടകത്തിൽ ഈ പ്രേക്ഷകർക്കായിട്ട് ഓർമ്മപ്പെടുത്തിയ, അതിൻ്റെ പ്രാധാന്യം പങ്കിട്ട ഡോക്ടർ ഷെറിൻ ജിംഷാദിനെ STVയുടെ അതിഥി എന്ന നിലയ്ക്ക് എല്ലാവിധ നന്ദിയും നമസ്കാരം.